ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ബ്രിട്ടീഷ് സ്മാർട്ട് ഫോൺ ബ്രാൻഡായ നത്തിങ് പുതിയ ഫോൺ 4A സീരീസ് ഉടൻ വിപണിയിലെത്തിക്കാൻ ഒരുങ്ങുന്നു. മിഡ് റേഞ്ച് വിഭാഗത്തിൽ പ്രോ, സ്റ്റാൻഡേർഡ് മോഡലുകളുമായി ശക്തമായ മത്സരം സൃഷ്ടിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. പ്രീമിയം ഡിസൈനും ശക്തമായ സവിശേഷതകളും ആകർഷകമായ വിലയും ചേർന്നതാണ് ഫോൺ 4A സീരീസ്. നത്തിങ്ങിന്റെ സിഗ്നേച്ചറായ ട്രാൻസ്പെറന്റ് ഡിസൈൻ പുതിയ 4A സീരീസിലും തുടരാനാണ് സാധ്യത. കറുപ്പ്, നീല, പിങ്ക്, വെള്ള എന്നീ 4 കളർ ഓപ്ഷനുകളാണ് ഫോൺ പുറത്തിറങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ എല്ലാ നിറങ്ങളിലും 2 മോഡലുകൾക്കും ലഭ്യമാകുമോ, ചില നിറങ്ങൾ പ്രോ വേരിയന്റിലേക്ക് മാത്രമാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഫോൺ 4A പ്രോ വലിയ അമോലെഡ് ഡിസ്പ്ലേയോടെയാണ് എത്തുകയെന്നാണ് സൂചന. 6.82 ഇഞ്ച് മുതൽ 6.88 ഇഞ്ച് വരെ വലുപ്പമുള്ള ഡിസ്പ്ലേയും 144 ഹെർട്സ് റിഫ്രഷ് റേറ്റുമാണ് പ്രതീക്ഷിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 7 സീരീസ് പ്രോസസ്സറാണ് ഫോണിന് കരുത്ത് നൽകുക. ഈ സിം സപ്പോർട്ടും പ്രോ മോഡലിൽ ഉണ്ടാകാനിടയുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ക്യാമറ വിഭാഗത്തിൽ 64 MB പ്രധാന ക്യാമറ, 8 MB അൾട്രാ വൈഡ് ക്യാമറ, 50 MB ടെലിഫോട്ടോ ലെൻസ് എന്നിവയാണ് പ്രതീക്ഷിക്കുന്നത്. 12 GB റാമും 256 GB സ്റ്റോറേജുമായാണ് ഫോൺ വിപണിയിലെത്താൻ സാധ്യത. അതേസമയം സ്റ്റാൻഡേർഡ് ഫോൺ 4Aയും ശക്തമായ സവിശേഷതകളോടെയാണ് എത്തുന്നത്. 6.8 മുതൽ 6.82 ഇഞ്ച് വരെ വലുപ്പമുള്ള അമോലെഡ് ഡിസ്പ്ലേയും 144 ഹെർട്സ് റിഫ്രഷ് റേറ്റും ലഭിക്കുമെന്നാണ് സൂചന. സ്നാപ്ഡ്രാഗൺ 7S സീരീസ് പ്രോസസ്സറിൽ പ്രവർത്തിക്കുന്ന ഈ മോഡലും 12 GB റാം, 256 GB സ്റ്റോറേജ് ഓപ്ഷനിൽ എത്താനാണ് സാധ്യത. ക്യാമറ സജ്ജീകരണത്തിൽ പ്രോ മോഡലിനോട് സാമ്യമുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഫോൺ 4A സീരീസ് മാർച്ച് ആദ്യം തന്നെ ആഗോള വിപണിയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് സൂചന. ഇന്ത്യയിൽ സ്റ്റാൻഡേർഡ് ഫോൺ 4Aയുടെ വില ഏകദേശം 29,999 രൂപയാകുമെന്നാണ് പ്രതീക്ഷ. കൂടുതൽ പ്രീമിയം ഫീച്ചറുകളുള്ള ഫോൺ 4A പ്രോയുടെ വില 34,999 രൂപയ്ക്ക് അടുത്തായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ശക്തമായ ഹാർഡ്വെയറും വ്യത്യസ്തമായ ഡിസൈനും ആകർഷകമായ വിലയും ചേർന്ന നത്തിങ് 4A സീരീസ് മിഡ് റേഞ്ച് സ്മാർട്ട് ഫോൺ വിപണിയിൽ ശക്തമായ മത്സരം സൃഷ്ടിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അടിമുടി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന വാട്സാപ്പിൽ മറ്റൊരു ഫീച്ചർ കൂടി ഉടനെത്തും. ഫേസ്ബുക്കിന് സമാനമായി കവർ ചിത്രം ചേർക്കാനുള്ള സൗകര്യം വാട്സാപ്പിന്റെ iOS വേർഷനിലേക്ക് വരുന്നതായാണ് റിപ്പോർട്ട്. ഈ സൗകര്യം ആദ്യം ഐഫോൺ ഉപയോക്താക്കൾക്കാണ് ലഭ്യമാവുക, തുടർന്ന് ആൻഡ്രോയിഡ് പതിപ്പുകളിലേക്കും വ്യാപിക്കും. വാട്സാപ്പ് അക്കൗണ്ടുകളിൽ പ്രൊഫൈൽ കസ്റ്റമൈസേഷൻ വിശാലമാക്കുകയാണ് മെറ്റ. ഡിപിക്ക് പുറമെ കവർ ഫോട്ടോ കൂടി വരുന്നതോടെ വാട്സാപ്പ് അക്കൗണ്ടുകളുടെ പ്രൊഫൈൽ മനോഹരമാകും. നിലവിൽ ഫേസ്ബുക്കിലും എക്സിലുമെല്ലാം ഇത്തരം കവർ ചിത്ര ഓപ്ഷനുകളുണ്ട്. ഇപ്പോൾ വാട്സാപ്പ് അക്കൗണ്ടിൽ പ്രൊഫൈൽ ഫോട്ടോകൾക്ക് മാത്രമാണ് മുൻഗണനയുള്ളത്. കവർ ചിത്രങ്ങൾ കൂടി വരുന്നതോടെ പ്രൊഫൈൽ കൂടുതൽ ആകർഷകമാകും. പ്രൊഫൈൽ ഇന്റർഫേസിൽ കവർ ചിത്രത്തിനായി പ്രത്യേക സെക്ഷൻ വാട്സാപ്പ് സൃഷ്ടിക്കും. പ്രൊഫൈലിന്റെ ഏറ്റവും മുകളിൽ, അതായത് DP, പേര്, ബയോ എന്നിവയ്ക്ക് മുകളിലായാണ് ഈ കവർ ചിത്രം പ്രത്യക്ഷപ്പെടുക എന്നാണ് സൂചന. ഇത്രയും വിവരങ്ങൾ ചേർന്ന പ്രൊഫൈൽ ഇന്റർഫേസിന്റെ ഡിസൈൻ വാട്സാപ്പ് ലളിതമായാണ് അവതരിപ്പിക്കുകയെന്ന് ബീറ്റ പതിപ്പ് സൂചിപ്പിക്കുന്നു. പ്രൊഫൈൽ സ്ക്രീനെ ബാധിക്കുന്ന തരത്തിലായിരിക്കും ഇത്. നിലവിൽ പ്രൊഫൈൽ ചിത്രങ്ങൾ എഡിറ്റ് ചെയ്യുകയോ മാറ്റുകയോ ചെയ്യുന്ന പോലെ തന്നെ വാട്സാപ്പിലെ സെറ്റിംഗ്സിൽ പ്രവേശിച്ച് തന്നെയാകും പ്രൊഫൈൽ ഇന്റർഫേസ് ആക്സസ് ചെയ്യേണ്ടത്. വാട്സാപ്പ് കവർ ഫോട്ടോ എന്നത് അത്ര പുതുമയൊന്നും അല്ല വാട്സാപ്പിൽ. വാട്സാപ്പ് ബിസിനസ് അക്കൗണ്ടിൽ നിലവിലുള്ള ഫീച്ചറാണിത്. ബ്രാൻഡിംഗിലും ലോഗോയും മറ്റ് സുപ്രധാന വിവരങ്ങളും ഹൈലൈറ്റ് ചെയ്യാനാണ് വാട്സാപ്പ് ബിസിനസ്സിൽ കവർ ഇമേജ് ഫീച്ചർ ആളുകൾ ഉപയോഗിക്കുന്നത്. എന്നാൽ വ്യക്തിഗത വാട്സാപ്പ് അക്കൗണ്ടിൽ കവർ ചിത്രം ഉൾപ്പെടുന്ന ഫീച്ചർ പുതുമയാണ്. ഫേസ്ബുക്കിൽ പ്രൊഫൈലിന് ഏറ്റവും മുകളിലായി കവർ ഫോട്ടോ വരുന്ന അതേ മാതൃകയിൽ തന്നെയാണ് വാട്സാപ്പിലെ കവർ ഫോട്ടോ വരിക. വാട്സാപ്പ് കവർ ഫോട്ടോ അക്കൗണ്ട് ഉടമകൾക്കും അവരുടെ പ്രൊഫൈൽ സന്ദർശിക്കുന്ന മറ്റാളുകൾക്കും കാണാൻ കഴിയും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബ്രസൽസ് മോട്ടോർ ഷോയിൽ ഹ്യുണ്ടായി സ്റ്റാരിയ ഇലക്ട്രിക് MPV അവതരിപ്പിച്ചു. പൂർണ്ണ ഇലക്ട്രിക് പവർ, വ്യത്യസ്തമായ രൂപകൽപ്പന, വിശാലമായ ക്യാബിൻ എന്നിവയോടെയാണ് ഈ പുതിയ മോഡൽ എത്തുന്നത്. യൂറോപ്പും കൊറിയയും ലക്ഷ്യമാക്കി ലോഞ്ച് ആരംഭിക്കുന്ന സ്റ്റാരിയ ഇലക്ട്രിക് ഭാവിയിൽ ഇന്ത്യൻ വിപണിയിലും എത്തും. ഇന്ത്യൻ വിപണിയിൽ ഉടൻ ഈ ഇലക്ട്രിക് MPV എത്താൻ സാധ്യത കുറവാണെങ്കിലും പ്രീമിയം MPVകൾക്കായുള്ള വർദ്ധിച്ചുവരുന്ന ആവശ്യകത കണക്കിലെടുത്ത് ഭാവിയിലെ ലോഞ്ച് സാധ്യത ഹ്യുണ്ടായി തള്ളിക്കളഞ്ഞിട്ടില്ല. 2025 ഓട്ടോ എക്സ്പോയിൽ ICE എഞ്ചിനോട് കൂടിയ സ്റ്റാരിയ മോഡൽ ഇന്ത്യയിൽ പ്രദർശിപ്പിച്ചിരുന്നു. വ്യത്യസ്തവും ആധുനികവുമായ ഡിസൈൻ ഭാഷയിലാണ് ഹ്യുണ്ടായി സ്റ്റാരിയ ഇലക്ട്രിക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. യാത്രക്കാർക്ക് പരമാവധി സൗകര്യവും വിശാലതയും ഉറപ്പാക്കുന്ന രീതിയിലാണ് ബാഹ്യവും അകത്തളവുമായ ഡിസൈൻ. വ്യക്തമായ ബെൽറ്റ് ലൈൻ, വിശാലമായ ക്യാബിൻ എന്നിവ സ്റ്റാരിയയെ മറ്റ് MPVകളിൽ നിന്ന് വേറിട്ടതാക്കുന്നു. സ്ലീക്ക് ഫ്രണ്ട് ഫാസിയ, മിനുസമുള്ള ബോഡി പാനലുകൾ, പൂർണ്ണ വീതിയിലുള്ള ലൈറ്റ് സ്ട്രിപ്പ് എന്നിവ വാഹനത്തിന്റെ ആധുനിക ലുക്ക് കൂടുതൽ ഉയർത്തുന്നു. വിശാലമായ സ്ലൈഡിംഗ് വാതിലുകളും വലിയ പിൻ ഹാച്ചും പ്രായോഗികതയും സൗകര്യവും വർദ്ധിപ്പിക്കുന്നു. 84 kWh ശേഷിയുള്ള ബാറ്ററിയും 160 kW ശേഷിയുള്ള ഇലക്ട്രിക് മോട്ടോറുമാണ് സ്റ്റാരിയ ഇലക്ട്രിക്കിന് കരുത്ത് നൽകുന്നത്. ഒരൊറ്റ ചാർജിൽ ഏകദേശം 400 കിലോമീറ്റർ വരെ റേഞ്ച് ലഭ്യമാക്കുമെന്ന് കമ്പനി അവകാശപ്പെടുന്നു. ഇന്റീരിയറിൽ 2 വ്യത്യസ്ത ക്യാബിൻ ലേഔട്ടുകളാണ് സ്റ്റാരിയ ഇലക്ട്രിക്കിൽ ഒരുക്കിയിരിക്കുന്നത്.
12.3 ഇഞ്ച് ഡ്യുവൽ ഡിസ്പ്ലേകൾ, OTA അപ്ഡേറ്റുകളോടുകൂടിയ അടുത്ത തലമുറ CCNC ഇൻഫോർടൈൻമെന്റ് പ്ലാറ്റ്ഫോം, വിശാലമായ ക്യാബിൻ, സ്മാർട്ട് സ്റ്റോറേജ് ഓപ്ഷനുകൾ, ഒന്നിലധികം സീറ്റിംഗ് ക്രമീകരണങ്ങൾ എന്നിവയാണ് പ്രധാന സവിശേഷതകൾ. ലോഞ്ച് സമയത്ത് വാഹനം 2 കോൺഫിഗറേഷൻ ഓപ്ഷനുകളിൽ ലഭ്യമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.